ഡിപ്പോകൾ ചരിത്രത്തിലാദ്യമായി KSRTC വനിതാ ATOമാർ ചരിത്രത്തിലെ ആദ്യമായി ഡിപ്പോകളെ നയിക്കാൻ വനിതാ ATO ത്രയം. ഇതാണ് വാർത്ത. നമുക്കിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ചോദിക്കാനും പറയാനുമുണ്ട്. KSRTCയുടെ INTUC എന്ന സംഘടനയിൽ TDF എന്ന സംഘടനയുടെ ഒരു ഭാരവാഹി, അദ്ദേഹം നെടുമങ്ങാട് ഡിപ്പോയിലെ കണ്ടക്ടറാണ്. അദ്ദേഹം ഈ വാർത്തയിൽ പ്രതികരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം KSRTCയിൽ ATO തസ്തിക കണ്ടക്ടർക്ക് മാത്രം നിക്ഷിപ്തമാക്കിയിട്ടുള്ളതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് KSRTC ചടയമംഗല ഡിപ്പോയിലെ ഒരു കണ്ടക്ടറും അതേ അഭിപ്രായം പറഞ്ഞു. KSRTCയിൽ കണ്ടക്ടർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ATO എന്ന തസ്തിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് INTUC അല്ലെങ്കിൽ TDF എന്ന സംഘടന എന്തുകൊണ്ട് ഇതിനെ എതിർക്കപ്പെടുന്നില്ല എന്നുള്ള വിവരം നിങ്ങൾ ജീവനക്കാരോട് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ATO എന്നുള്ളത് നിങ്ങളുടെ തസ്തികയാണെങ്കിൽ ക്ലർക്കുമാരായി ജോലിക്ക് കയറിയിട്ടുള്ള ആളുകളാണ് നിലവിലൂടെ ATO ആയി KSRTCയിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ തർക്കം ഉന്നയിക്കണം, ഇവരെ പുറത്താക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചടയമംഗലം ഡിപ്പോയിലെ കണ്ടക്ടറോട് പറയാനുള്ളത്, KSRTCയിലെ ഡ്രൈവർമാർ ATO ആയി പിരിഞ്ഞു പോയ കാര്യം താങ്കൾക്ക് അറിവില്ലാത്തതാണ്. വിവരാവകാശം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്, KSRTC മാനേജ്മെൻറ്റിനോടാണ്. സാർ, നിങ്ങൾ ഈ ആളുകളെ ഇവിടെ വനിതാ ജീവനക്കാരെ ATOമാരായി നിയമിച്ചു, നല്ല കാര്യം. പക്ഷേ സുശീൽ ഖന്ന എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് ഇവിടെ KSRTCയിലെ കുറിച്ച് പഠിക്കാനും KSRTCയെ നവീകരിക്കാനും കൊണ്ടുവന്ന ഒരാളുണ്ട്. അയാളുടെ റിപ്പോർട്ടിനോട് ചെയ്ത അനീതിയാണ് ഇതെന്ന് പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിൽ പറയുന്നു, KSRTCയുടെ നവീകരണത്തിനും ഉന്നമനത്തിനും ഇതിൻ്റെ വരുമാനത്തിനും വേണ്ടി യൂണിറ്റിലെ ഓഫീസർമാർ നിർബന്ധമായും സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണമെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നു. അതായത് AD അല്ലെങ്കിൽ മെക്കാനിക്ക് വിങ്ങിലുള്ള ആളുകളായിരിക്കണം എന്ന് സാരം. അപ്പോൾ ടെക്നിക്കലി ക്വാളിഫൈഡ് ഈ 3 വനിതാ ജീവനക്കാർക്കും എന്താണ് ടെക്നിക്കലി ക്വാളിഫൈഡ് എന്ന് നിങ്ങൾ തിരിച്ചു തരയണം. സുശീൽ ഖന്ന റിപ്പോർട്ടിൽ നിങ്ങൾ വെള്ളം ചേർത്തോ? അതേ സുശീൽ ഖന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചത് താഴെ വിഭാഗം ജീവനക്കാരായ ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്ക് എന്നിവരെ മാത്രമാണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. ഇത് ഞങ്ങളുടെ ചോദ്യമാണ്. അപ്പോൾ ഇവർക്ക് 15 വർഷം സർവീസ് ഉള്ളപ്പോൾ ഇവർ സൂപ്പർവൈസറി കാറ്റഗറിയിലെത്തി. ഈ 3 വനിതാ വിഭാഗം ജീവനക്കാരും അത് എങ്ങനെ എത്തി? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു വിഭാഗമായ കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്ക് ഈ വിഭാഗങ്ങളെ 15 വർഷം ആകുമ്പോഴത്തേക്ക് സൂപ്പർവൈസറി കാറ്റഗറിയിലേക്ക് എത്തിക്കുന്നില്ല? അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ ഇവർക്ക് അവിടെയുള്ള സ്വാധീനം, ചീഫ് ഓഫീസിലുള്ള സ്വാധീനം, ഇത് മൂന്നുമാണ്. ഇത്തരം പല കാര്യങ്ങളാണ് ഇവരെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ആര് നിയന്ത്രിക്കുന്നു എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ടെക്നിക്കലി ഇവർ ക്വാളിഫൈഡ് ആണോ? എന്തുകൊണ്ട് നിങ്ങൾ സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു? എന്തുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരുമായ ആളുകളെ നിങ്ങൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഞങ്ങളുടെ ചോദ്യമാണ്. ഇതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ കാര്യം ആദ്യം ഉന്നയിച്ച INTUCയുടെ അല്ലെങ്കിൽ TDFൻ്റെ അഭിപ്രായത്തോട് CIT യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ BMS യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. കണ്ടക്ടർ വിഭാഗത്തിൽ നിന്ന് മാത്രമാണ് വരേണ്ടതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ 3 പേരും സമരത്തിന് പോകുന്നില്ല? അല്ലെങ്കിൽ INTUCയുടെ നിലപാട്, TDFൻ്റെ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, വിയോജിക്കുന്നുണ്ടോ? ഇത് ജീവനക്കാർക്ക് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. വനിതാ ദിനത്തോട് അനുബന്ധിച്ച് KSRTC മഹത്തായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ അവസ്ഥ നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ പുറത്ത് വിടണം? കാര്യം ഇവർ ടെക്നിക്കലി ക്വാളിഫൈഡ് ആണോ? ഒരു KSRTC എന്ന് പറയുന്നത് ഒരു മോട്ടോർ വാഹനമായി ബന്ധപ്പെട്ട് ചലിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ തീർച്ചയായിട്ടും മോട്ടോർ വാഹനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളുകളല്ലേ സാർ വേണ്ടത്? അവരെ ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകൂ. ബഹുമാനപ്പെട്ട MD അടുത്ത സമയത്ത് ഒരു ഉത്തരവ് ഇറക്കി, ജീവനക്കാരെ KSRTC എങ്ങനെ ലാഭത്തിലെത്തിക്കാം അല്ലെങ്കിൽ നഷ്ടം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് ജീവനക്കാരുടെ നിർദ്ദേശം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ നിർദ്ദേശത്തിൽ ഈ വിഭാഗം ജീവനക്കാർക്ക് പ്രൊമോഷൻ കൊടുത്താൽ ഇത് നഷ്ടത്തിലേക്ക് പോവുമോ അതോ ലാഭത്തിലേക്ക് പോവുമോ?
സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാളെങ്കിലും അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇതിനെ മുന്നോട്ട് നയിക്കാനല്ലേ കഴിയും. ഇവർക്ക് എങ്ങനെ ഇതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയും? അപ്പോൾ വനിതകളായതുകൊണ്ട് ഇത് മുന്നോട്ട് നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാര്യം ഞങ്ങൾക്കില്ല. കാര്യം ആ അഭിപ്രായത്തോടല്ല, വനിതകളായതുകൊണ്ട് വിമർശിച്ചു എന്നതല്ല പറയുന്നത്. ഈ വിഭാഗം ജീവനക്കാരെ അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ ഇവിടെ ഇരുത്തിയോടും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവർ ടെക്നിക്കലി ക്വാളിഫൈഡ് ആണോ, എന്തുകൊണ്ട് നിങ്ങൾ സുശീൽ ഖന്നയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അതിന് മറുപടി പറഞ്ഞേ തീരൂ, മാനേജ്മെൻ്റ് ആണെങ്കിലും ട്രേഡ് യൂണിയൻ ആണെങ്കിലും.